പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 18-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നാം ഓരോരുത്തരും ആയിരുന്ന ഇടങ്ങളിൽ ദൈവിക കൃപയിലും കാവലിലും നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച സർവശക്തനായ ദൈവത്തിന് സകല നന്ദിയും സ്തുതി സ്തോത്രങ്ങളും മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 42 നാം ഇങ്ങനെ വായിക്കുന്നു: ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പേര് സഹിതം പറഞ്ഞുകൊണ്ട് അവരെ സുവിശേഷ ദൗത്യത്തിനായി പുതിയ വലിയ കമ്മീഷൻ നൽകിക്കൊണ്ട് അയക്കുകയാണ്. അവരോട് പോകുന്നുടനെ നിങ്ങൾ എങ്ങനെ പോകണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായും കൃത്യമായും മാർഗനിർദ്ദേശം കൊടുത്താണ് യേശു അയക്കുന്നത്. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ താമസത്തെക്കുറിച്ചോ ഒന്നും വിചാരപ്പെടാതെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പോയി വേല ചെയ്യുക. അങ്ങനെ അവർ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ ആകുന്നു, ഇതെല്ലാം പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ ഒന്നും എടുക്കരുത്, ഒന്നും കരുതരുത് എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളെ കരുതുവാൻ ഓരോ ഇടങ്ങളിൽ ആളുകൾ ഉണ്ടാവും. അവർ ദൈവനാമത്തിൽ ഒരു പ്രവാചകനെ കരുതുന്ന പോലെ കരുതിയാൽ അതിനുള്ള പ്രതിഫലം അവർക്കുണ്ടാകും. ഒരു നീതിമാനെ കരുതുന്ന പോലെ കരുതിയാൽ അതിനുള്ളതും അവർക്കുണ്ടാകും. ഇനിയും അതൊന്നുമല്ല, ഒരാൾക്ക് ഒരു എളിയ ദാസനായി ഉൾക്കൊണ്ടുക ഒരു പാത്രം ദാഹജലം കൊടുപ്പാൻ മാത്രമേ ശേഷിയുള്ളൂ. അത് ചെയ്താൽ നിശ്ചയമായും അതിനും പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും എന്ന് കരുതി നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ കരുതുന്നവരെ കരുതുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ 10-ാം അധ്യായം ആത്മീയ ലോകത്തിൽ ഇന്ന് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ ഭാഗം 40, 41, 42 വാക്യങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നതും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ആത്മീയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ദൈവമക്കൾ എന്ന നിലയിൽ ആര് കരുതി സ്വീകരിച്ചോ അവർ നിങ്ങളോട് കാണിക്കുന്ന മാനദണ്ഡം എന്താണ്, അതനുസരിച്ച് ദൈവം അവരെ കരുതും. അവർക്ക് പ്രതിഫലം കൊടുക്കാതെ ഇരിക്കുകയില്ല. ഇന്ന് ഈ വാക്യം പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നത് അതിദാരുണമാണ്. മാത്രമല്ല, ഇതിനൊരു മറുവശവും കൂടെ ഉണ്ട്. കിട്ടുന്നതിന് വേണ്ടി മനുഷ്യർ സ്വയം ചെയ്യുന്നതും അതിലും വളരെ വേദനാജനകമാണ്. നമ്മൾ ഒരു പാത്രം ദാഹജലം കൊടുത്താൽ നിശ്ചയമായും ദൈവം പ്രതിഫലം തരും. അതുകൊണ്ട് ഞാൻ ഇന്നതുപോലെ ചെയ്തേക്കാം, ദശാംശം കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രയർ മീറ്റിംഗ് നടത്തിയേക്കാം, ഒരു കൺവെൻഷൻ സ്പോൺസർ ചെയ്തേക്കാം,
ഒരു ദൈവദാസന് ഭക്ഷണം കൊടുത്തേക്കാം എന്നിങ്ങനെ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്നതും വചനം അനുശാസിക്കുന്നില്ല. നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചും നാം ചെയ്യുക. അതിനുള്ള പ്രതിഫലം നിശ്ചയമായും ദൈവം തരാതിരിക്കുകയില്ല എന്നാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും പ്രാപ്തിയുള്ള ഓരോ സമയത്തും ചെയ്യാവുന്നത് നാം ചെയ്യണം. പ്രവാചകൻ എന്ന് കരുതി എന്ന് പറഞ്ഞാൽ ആ ഒരു നിലയിലുള്ള ആളാണല്ലോ, എനിക്ക് പറ്റത്തില്ല, അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാനോ അദ്ദേഹത്തെ കരുതുവാനോ എനിക്കതിന് ശേഷിയില്ല. വേണ്ട. ഒരു പാത്രം ദാഹജലം കൊടുപ്പാൻ ശേഷിയുണ്ടോ? അത് കൊടുക്കുന്നത് മനസ്സോടെയും ദൈവകൃപയിൽ നിറഞ്ഞുമാണോ? അത് ചെയ്താൽ മതി പ്രിയമുള്ളവരെ. അതിനും ദൈവം നിശ്ചയമായും കണക്കിടുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ മറ്റൊരു ചിന്തയിലേക്ക് നയിക്കുകയാണ്. നാം ദൈവത്തിന് വേണ്ടി, ദൈവാലയത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചുമൽ കൊടുത്തിട്ടുണ്ടോ? ഭവനം വിട്ടുകൊടുത്തിട്ടുണ്ടോ? വാഹനം വിട്ടുകൊടുത്തിട്ടുണ്ടോ? നമ്മുടെ സമയം, ആരോഗ്യം, താലന്ത്, പണം, നമ്മുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, ഇവയൊക്കെ കൊടുത്തിട്ടുണ്ടോ? എന്റെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നിശ്ചയമായും അത് കണക്കാക്കി പ്രതിഫലം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സുവിശേഷ വേലകളും ഒന്നും നിഷ്ഫലമാവുകയില്ല, വെറുതെയായി പോവുകയില്ല. കാരണം സ്വർഗത്തിലെ ദൈവം ആരുടെയും കടക്കാരനല്ല. അതെ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനയും അധ്വാനത്തെയും മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടിയോ, അധ്വാനിച്ചോ, കഷ്ടപ്പെട്ടോ, പ്രാർത്ഥനയോടെ നിലകൊണ്ടോ? നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും ദുഷികളുടെയും ത്യാഗത്തിന്റെയും അതുപോലെ തന്നെ പലവിധ സാമ്പത്തിക ബാധ്യതയുടെയും ഒക്കെ മധ്യേ കർത്താവിന് വേണ്ടി നിലകൊണ്ടുവെങ്കിൽ ദൈവജനമേ, നിശ്ചയമായും ദൈവം അതിനെ മാനിക്കുക തന്നെ ചെയ്യും. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ നമ്മെയും നമ്മുടെ തലമുറയെയും കർത്താവിന്റെ വരവ് വരെ മാനിക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാന സന്ദേശം, ഒന്നും ഇച്ഛിക്കാതെ, പ്രതീക്ഷിക്കാതെ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ എന്നാലാവുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവമക്കളോട് ചേർന്ന് ചെയ്യുക. അത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കടമ. അതിന് പ്രതിഫലം എന്ത്, എപ്പോൾ, എങ്ങനെ, ഏത് വിധത്തിൽ, ഏതളവിൽ എന്നുള്ളത് തമ്പുരാൻ തീരുമാനിച്ചുകൊള്ളും. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. നിശ്ചയമായും ദൈവം അത് കണക്കിടാതിരിക്കുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ടിട്ട് എനിക്ക് വേണ്ടവണ്ണം ഒരു ഉയർച്ച, കുടുംബത്തിനൊരു നേട്ടം, കുഞ്ഞുങ്ങൾക്കൊരു വളർച്ച, ഇവയൊന്നും ആയില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവമക്കളെ, അങ്ങനെ ഭാരപ്പെടേണ്ട. തമ്പുരാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അത് ദൈവം നിശ്ചയിച്ച സമയത്ത് നിശ്ചയമായും നിങ്ങളുടെ കരങ്ങളിൽ വന്നു ചേരും. അത് തടയുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നാം കേട്ടതുപോലെ പ്രാർത്ഥനയോടെ നമ്മാൽ ആവുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുക. നിശ്ചയമായും തമ്പുരാൻ അത് കണക്കിടുകയും ഒത്ത ഏഭയിൽ അളന്ന് അവൻ നമുക്ക് നിശ്ചയമായും തരികയും ചെയ്യും. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. എല്ലാ നന്മകളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. ആയതിനായി നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരാഴ്ചയുടെ അന്ത്യയിലേക്ക് ഞങ്ങളെ എത്തിച്ചല്ലോ.
ഒരാഴ്ച വട്ടം കൂടെ ഞങ്ങൾക്ക് ജീവിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ, ഞങ്ങളുടെ ഉപജീവനത്തിന് പോയപ്പോൾ, ശുശ്രൂഷകളിലായിരുന്നപ്പോൾ, ഭവനത്തിലായിരുന്നപ്പോൾ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാത്തതിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകുന്ന ആയുസ്, ആരോഗ്യം, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള പ്രതിഫലേച്ഛയോടെയല്ല, ദൈവനാമ മഹത്വത്തിനായി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ചെയ്യുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ചെയ്ത സത്കർമ്മങ്ങളെ അപ്പൻ കണക്കിടുന്ന ദൈവമാണെന്നും അതിന് തക്കതായി ഞങ്ങൾക്ക് മടങ്ങിത്തരുന്ന ദൈവമാണെന്നും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആകയാൽ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. അവിടുത്തെ കൃപാ, കരുതൽ, സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ നന്മകളാൽ നിറച്ച് ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മാലാവുന്നത് ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യുക. നിശ്ചയമായും അത് കണക്കിടുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അധ്വാനങ്ങളെ വെറുതെ കളയുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ഒരു സ്തോത്രം പോലും തമ്പുരാൻ കണക്കിടുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ അധ്വാനത്തെ കർത്താവിന് വേണ്ടി, വചനത്തിന് വേണ്ടി നിലകൊണ്ടത് തമ്പുരാൻ മാനിക്കും. ഇന്നത്തെ ദിനം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ദിനം നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും തന്റെ കൃപയാൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.